മല്ലയെ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതം അവന്മാർ തകർത്തത്. പറടാ, എവിടേക്കാ നിന്റെ മല്ലയ്യ അവളെയും കൊണ്ട് പോയത്? എനിക്കറിയില്ല. അറിയില്ലേ? എങ്കിൽ പിന്നെ നിന്റെ ശവം കാണാൻ അവൻ വരുമെന്ന്. അവനൊന്നും ചെയ്യരുത്. അവൻ അറിയില്ല. മല്ലയ്യ നമ്മളെയെല്ലാം ഒരുപോലെ ചതിച്ചവനാ. പണ്ടും അവൻ ചതിച്ചിട്ടുണ്ട്. അവൻ മല്ലയ്യൊന്നുമല്ല, പണ്ട് ഇവിടെ നിന്ന് പണവും മൂട്ടിച്ചൊല്ലു പോയ വീരുവാ. സത്യമാണോ ആശാനെ? ആ, നാഗേന്ദ്ര, ഇനി നമ്മൾ തമ്മിൽ ശത്രുതയില്ല. പക്ഷെ ഒരവകാശം നീ എനിക്ക് വിട്ടുതരണം. അവനെ കൊല്ലാനുള്ള അവകാശം. എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടുതരാനോ? പോടാ, നീ കാഴ്ചക്കാരനായിക്കോ. കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം. ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചിൽ കണ്ട് നീ രസിച്ചോ? ഇനി അവൻ രക്ഷപ്പെടില്ല. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ നാഗേന്ദ്രൻ അവനെ പൊക്കിയിരിക്കും. പോടാ. മല്ലയ്യോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും വരല്ല. അവൻ ആവശ്യം എന്നെ, ഞാൻ അവന്റെ അടുത്തേക്കാണ് പോണത്. അച്ഛനാ, വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ. ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോൾ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു. പക്ഷേ ആ പടിക്കകത്തോട്ട് പോലും അവൻ എന്നെ കയറ്റിയില്ല. അവൻ്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ. ഇതിനൊക്കെ എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാർ പണ്ട് എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനേ ഉള്ളൂ. ഒന്ന് പുറത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. പിന്നെന്താ? എന്റെ ജീവിതമല്ലാതെ ആയത് നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ഒരു കള്ളനാ. എല്ലാ സത്യങ്ങളും നിങ്ങൾക്കറിയാം. ഇഷ്ടകാലമായില്ല സാറേ, ഇനിയെങ്കിലും പറയൂ. മസനഗുഡിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? അവൻ വീരുവിന്റെ പേരല്ല പറഞ്ഞത്. സാർ, രക്ഷിക്കണം. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ. ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു. കൂടെ നടന്നിട്ട് ചതിക്കായിരുന്നില്ലടാ. ലാഭം കിട്ടുന്ന വകയിൽ ന്യായമായ പങ്ക് തന്നില്ലെങ്കിൽ നീ ചതിക്കൂടാ എന്ന് ഞാൻ നിനക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ. കണക്ക് പ്രകാരം എനിക്ക് ഇനിയും കൂടുതലേ കിട്ടാനുള്ളൂ. കുറുപ്പച്ചാ വേണ്ട, ഇത് നാട്ടുകാരുടെ പണമാ. ഹീറോ, ആ ദുഡ്ഡൻ പെട്ടി എത്കൊണ്ട് ഓടൂ. ഓടിപ്പിടോ. നാഗേന്ദ്ര, രക്ഷപ്പെട്ടോ. കാട്ടാപ്പള്ളി കുറുപ്പച്ചന്റെ മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ വെട്ടിയത്. മകനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു. പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുഗ്ധ തന്നെ, അത് തന്നെ ഞാൻ കേളിതു. ഈ പരിസരത്ത് തന്നെയല്ലേ ആ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് ദുഡ് കൊട്ടത് ഉണ്ണിത്താത്താനെ. ആ കുറുപ്പച്ചന്റെ കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത്. പക്ഷേ തൊണ്ടി മുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത്. ആളുകൾ കേൾക്കിയൊന്നും നിന്നോട് മറ്റൊരു രീതി ചോദിച്ചു. നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ. ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം. മല്ലയ്യ വീരുവാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അവരാകെ ഇളകിയിരിക്കുക. നമ്മുടെ ബംഗ്ലാവിനോട് കല്ലെറിഞ്ഞു. ഇപ്പൊ ഇതാ തോട്ടത്തിൽ ഷെഡും കത്തിച്ചു.